യെസ്, ഞാൻ ഡാനിലേക്ക് മടങ്ങിയെത്താം. നടി മാല പാർവതി നമുക്കൊപ്പം ചേരുകയാണ്. മാല പാർവതി, എങ്ങനെ നോക്കി കാണുന്നു സിദ്ദിഖിന്റെ ഈ നിലപാടിനെ? ഒരു പെൺകുട്ടി അത് വന്ന് പൊതുസമൂഹത്തിൽ, കേരളത്തിന്റെ സമൂഹത്തിൽ വന്ന് അതിനുണ്ടായ ദുരനുഭവം തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അത് അത്രയും എത്രയോ വർഷമായിട്ട് ഞാനൊരു സൈക്കോളജിസ്റ്റ് കൂടിയാണ്, നമുക്കറിയാം. അങ്ങനെ അത്രയും വിഷമം അനുഭവവും ഒക്കെ ഇല്ലാതെ അത് ഒരു സർവൈവറായ ഒരു പെൺകുട്ടി വന്നിട്ട് അങ്ങനെ സംസാരിക്കണമെങ്കിൽ എത്രമാത്രം അതിലൊരു ശരിയുണ്ടാവും എന്നാൽ മാത്രമേ അങ്ങനെ വന്നിട്ട് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് എത്തിക്കലിയും മോറലിയും ശരിയായിട്ടുള്ള ഒരു കാര്യം അദ്ദേഹം ചെയ്തു, അത്രേ ഉള്ളൂ. ഇത് ധാർമ്മികമായി അദ്ദേഹത്തിന്റെ ഒരു ബാധ്യത എന്നതിനപ്പുറം എന്തെങ്കിലും മാനങ്ങൾ താങ്കൾ കാണുന്നുണ്ടോ ഈ രാജിയിൽ? ഇല്ല, ധാർമ്മികമായി അദ്ദേഹം മാറി നിൽക്കാനാണ് ഫസ്റ്റ് ശ്രമിച്ചത്. അതിനൊരു വലിയ ചർച്ചയില്ലാതെ അദ്ദേഹം മാറ്റി നിർത്തി. പൊതുസമൂഹത്തിൽ ബഹളം ഉണ്ടാക്കുന്നതിന് മുമ്പ് അദ്ദേഹം മാറി നിന്നു എന്നുള്ളത് വലിയ കാര്യമാണ് എന്നെ സംബന്ധിച്ച്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയില്ലേ ഇതിൽ മാല പാർവതി, അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ, പരാമർശിക്കുന്ന കാര്യങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തത വരുന്നു, ക്ലാരിറ്റി ഉണ്ടാകുന്നു എന്നതുകൂടിയല്ലേ? സംശയം ഉണ്ടായിരുന്നില്ലല്ലോ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വ്യക്തതയുണ്ടോ എന്നും അതിൽ പറയുന്നിരിക്കുന്ന കാര്യത്തിൽ സംശയമുണ്ടോ എന്നും എനിക്കതിന് സംശയമില്ല. ഞാനതിൽ ഒരിക്കലും ഞെട്ടിയിട്ടില്ല. എനിക്കതിൽ ഉറപ്പുണ്ട്. പറഞ്ഞിരിക്കുന്നവരൊക്കെ സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളല്ലേ അതിനകത്ത്. ആരെങ്കിലും പോയി എന്തെങ്കിലും പറഞ്ഞതല്ലല്ലോ. അതെ, പക്ഷെ ആദ്യഘട്ടത്തിൽ അമ്മ ഭാരവാഹികളുടെ ഭാഗത്തു നിന്ന് വന്ന പ്രതികരണം താങ്കളും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആർക്കും എതിരെ എന്തും പറയാവുന്ന സാഹചര്യമാണല്ലോ. അവര് പറഞ്ഞു 99% ആൾക്കാരും പോയി പറഞ്ഞില്ല. അതായത് അമ്മ സംഘടനയിൽ നിന്നും ഹേമ കമ്മിറ്റിക്ക് മുമ്പിൽ സംസാരിച്ച വേറെ സംസാരിച്ചിട്ടില്ല അവിടെ. ഇത്തരത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടു, രേവതി സമ്പത്ത് നടൻ സിദ്ദിഖിനെതിരെ രംഗത്തേക്ക് വരുന്നു, രഞ്ജിത്തിനെതിരെ ബംഗാളി നടി വരുന്നു, അതേപോലെ തന്നെ ഉർവശി, ശ്വേതാ മേനോൻ, ഇത്തരത്തിലുള്ളവരൊക്കെയും വളരെ സധൈര്യം മുന്നോട്ട് വന്ന് ഈ വിഷയങ്ങളിൽ പ്രതികരിക്കാൻ ആർജവം കാണിക്കുന്നു. അത് വളരെ ആശാവഹമല്ലേ? എങ്ങനെ നോക്കി കാണുന്നു അതിനെയൊക്കെ? ഇതൊരു പുതിയ ഫ്രീഡം മൂവ്മെന്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഇത് സിനിമയിൽ വരുന്ന ഒരു കാര്യം ഒരു വലിയ അലയായി വരുന്ന ഒരു സുനാമി പോലെ ഒന്നും മറ്റു എല്ലാ മേഖലയിലും സ്ത്രീകൾ ഇതുപോലെ പുറത്തോട്ട് വരുന്ന ഞാൻ വിശ്വസിക്കുന്നത്. ഇതൊരു പുതിയ കേരളത്തിന്റെ ഒരു പുതിയ കേരളത്തിനെ എഴുതുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഒരുപക്ഷെ ഇത്രയും ദിവസം, അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമാണെങ്കിൽ പോലും ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. അതായത് ആരാണ് വേട്ടക്കാർ എന്നുള്ളത് നമുക്കിപ്പോഴും അറിയില്ല. പേരുകൾ പുറത്തേക്ക് വന്നിട്ടില്ല, പുറത്തേക്ക് വരണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹവും. പക്ഷെ എന്നിരുന്നാൽ പോലും പേര് പറഞ്ഞുകൊണ്ട് അത്തരത്തിൽ സധൈര്യം മുന്നോട്ട് വരാൻ കാണിക്കുന്ന ധൈര്യമുണ്ടല്ലോ നമ്മുടെ യുവനടി അൻസിബ അടക്കമുള്ളവർ. അത്തരത്തിൽ ധൈര്യപൂർവ്വം മുന്നോട്ട് വരുന്നുണ്ട്. വലിയ കാര്യമാണെന്ന് ഞാൻ കുറച്ച് പേര് ഫ്രീഡം മൂവ്മെന്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞില്ലേ, അതിനപ്പുറം എന്താ? ഇതൊരു ഫ്രീഡം സ്ട്രഗിൾ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഒരു വലിയ ഫ്രീഡം മൂവ്മെന്റ് ആണ്. വേറെ എന്ത് വാക്കാണ് എനിക്ക് പ്രതീക്ഷിക്കുന്നത് പറഞ്ഞെന്നാ ഞാൻ പറയാം. എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ ചോദിക്കുന്നതെന്ന്. ഇനിയും കൂടുതൽ പേർ മുന്നോട്ട് വരുമെന്ന് കരുതുന്നുണ്ടോ? 100% വരുമല്ലോ. ഇവിടെ ഈ മേഖലയിൽ മാത്രമല്ല, കേരളത്തിലെ സമസ്ത മേഖലകളിൽ നിന്നും വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സിനിമയിലുള്ളവർ വളരെ റോൾ മോഡൽ പോലെയുള്ള ആൾക്കാരാണ്. അത് സിനിമയിൽ മാറ്റം വരുമ്പോൾ സമസ്ത മേഖലകളിലും വരും. ശരി, വളരെ നന്ദി പ്രതികരിച്ചതിന്. എന്തായാലും നവമി നമുക്കൊപ്പം തുടരുന്നുണ്ട്. നവമി, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ